ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 22 വരെയാണ് UAE-യിലെ ചൂടുകാലം. ഈ കാലയളവിൽ താപനില 50 ഡിഗ്രി വരെ ഉയരാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഈ വർഷം മെയ്യിൽ തന്നെ 51.6 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയിരുന്നു. 22 വർഷത്തിനിടയിലെ ഏറ്റവും കൂടിയ ചൂടാണ് മെയ് 24-ന് അൽ ഐനിൽ രേഖപ്പെടുത്തിയത്. ഈ മാസം ശരാശരി താപനില 47 മുതൽ 49 ഡിഗ്രി വരെ ആയിരിക്കും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ താപനില 50 ഡിഗ്രി വരെ ഉയരാം. UAE-യിൽ ഇത്തവണ മഴ കുറഞ്ഞത് ചൂടിന്റെ കാഠിന്യം കൂട്ടി. കൃത്രിമ മഴയ്ക്കും ശ്രമമുണ്ടായില്ല. ചൂട് മുന്നിൽ കണ്ട് പുറം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാജ്യം ഉച്ചവിശ്രമം നൽകിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12:30 മുതൽ 3 വരെയാണ് ഇടവേള. കടുത്ത ചൂടിൽ പുറത്തിറങ്ങുന്നതും വാഹനം ഓടിക്കുന്നവരുമെല്ലാം അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഡോക്ടർമാരും മുന്നറിയിപ്പ് നൽകി. കുട്ടികളും വയസ്സായവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കടുത്ത ചൂടിൽ പുറത്തിറങ്ങുന്നവർക്ക് സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അത്യാവശ്യം പുറത്തിറങ്ങേണ്ടി വന്നാൽ കുട ഉപയോഗിക്കുകയും കൂളിംഗ് ഗ്ലാസ് ധരിക്കുകയും വേണം. അയഞ്ഞ പരുത്തി വസ്ത്രമാണ് ധരിക്കേണ്ടത്. 2 നേരം കുളിക്കുന്നതും ശരീരോഷ്മാവ് ക്രമീകരിക്കാൻ സഹായിക്കും. കടുത്ത ചൂട് അനുഭവപ്പെടുന്ന രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയുള്ള സമയങ്ങളിൽ പാർക്ക്, ബീച്ച്, മരുഭൂമി തുടങ്ങിയ തുറസായ സ്ഥലങ്ങളിൽ പോകുന്നത് ഒഴിവാക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഒമാനിലെ വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ ഇബ്ര വിലായത്തിൽ മയക്കുമരുന്നുമായി സ്വദേശിയെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള ആന്റി നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ഡിപ്പാർട്ട്മെന്റാണ് ഇയാളെ പിടികൂടിയത്. വലിയ അളവിലുള്ള ഹാഷിഷ്, ക്രിസ്റ്റൽ മെത്ത്, മോർഫിൻ, മാരിജുവാന, സൈക്കോട്രോപിക് ഗുളികകൾ, മയക്കുമരുന്ന് സാമഗ്രികൾ എന്നിവ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. പ്രതിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. 3ാമത് എഡിഷൻ ജബൽ അക്തർ ടൂറിസം ഫെസ്റ്റിവലിന് അടുത്ത മാസം 15-ന് തുടക്കമാകും. ഓഗസ്റ്റ് 30 വരെ തുടരും. ദാഖ്ലിയ ഗവർണറേറ്റാണ് ഫെസ്റ്റിവൽ ഒരുക്കുന്നത്. ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകരെയാണ് ഫെസ്റ്റിവൽ പ്രതീക്ഷിക്കുന്നത്. പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ ജബൽ അക്തർ വാലി ഷെയ്ഖ് സുൽത്താൻ ബിൻ മൻസൂർ അൽ ഖുഫൈലിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വിലയിരുത്തി. ചെറുകിട ഇടത്തരം സംരംഭകരെയും കർഷകരെയും ഫെസ്റ്റിവൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സംരംഭകർ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കും. എണ്ണ, സുഗന്ധ വസ്തുക്കൾ തുടങ്ങിയവയ്ക്ക് പുറമെ കർഷകർ തങ്ങളുടെ വിളകളും പ്രദർശനത്തിനെത്തിക്കും. സന്ദർശകർക്ക് ഉൽപ്പന്നങ്ങളും പഴങ്ങളുമടക്കം നേരിട്ട് നിർമ്മാതാക്കളിൽ നിന്നും കർഷകരിൽ നിന്നും സ്വീകരിക്കാം. കുതിര പ്രദർശനം ഫെസ്റ്റിവലിന്റെ മറ്റൊരു ആകർഷണമാണ്. ഒമാനിൽ ഉയർന്ന വരുമാനക്കാർക്ക് വ്യക്തിഗത ആദായനികുതി പ്രഖ്യാപിച്ചു. ആദായനികുതി സംബന്ധിച്ച് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് രാജകീയ ഉത്തരവ് 56/2025 പുറപ്പെടുവിച്ചു. 42,000 റിയാലിന് മുകളിൽ വാർഷിക വരുമാനമുള്ള വ്യക്തികൾക്ക് 5% നികുതി ചുമത്തുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കി. 2028 ജനുവരി മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. നേരത്തെ നിരവധി ഘട്ടങ്ങളിലായി ചർച്ചകൾ നടക്കുകയും കരട് തയ്യാറാക്കുകയും ചെയ്ത നിയമമാണ് പ്രാബല്യത്തിലാകുന്നത്. വ്യക്തിഗത ആദായനികുതി നിയമത്തിന്റെ കരട് ശുപാർശകൾക്ക് ഒമാൻ സ്റ്റേറ്റ് കൗൺസിലും മജ്ലിസ് ഷൂറയും അംഗീകാരം നൽകി അന്തിമ അംഗീകാരത്തിന് സമർപ്പിച്ചിരുന്നു. പ്രതിവർഷ വരുമാനം 50,000 റിയാലിന് മുകളിലുള്ളവരിൽ നിന്നും 5% ആദായനികുതി ഈടാക്കാനുള്ള കരടാണ് നേരത്തെ തയ്യാറാക്കിയിരുന്നത്. എന്നാൽ കൂടുതൽ പഠനങ്ങൾക്ക് ശേഷമാണ് വ്യക്തിഗത ആദായ നികുതിക്കുള്ള വരുമാന പരിധി 42,000 റിയാലായി നിശ്ചയിച്ചിരിക്കുന്നത്. ഒമാനിലെ ജനസംഖ്യയുടെ 99% പേർക്കും നിയമം ബാധിക്കില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. മധ്യവർഗത്തിന്റെ പ്രയോജനത്തിനായാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. വ്യക്തിഗത ആദായ നികുതിയിൽ ഗ്രാറ്റുവിറ്റിയോ മറ്റ് സേവനാവസാന ആനുകൂല്യങ്ങളോ വരുമാന സ്രോതസ്സുകളായി കണക്കാക്കേണ്ടതില്ലെന്നും ഇരു കൗൺസിലുകളും നേരത്തെ അറിയിച്ചിരുന്നു. എല്ലാ വ്യവസ്ഥകളും പാലിച്ചാകും ആദായനികുതി നിയമം നടപ്പിലാക്കുക എന്നും അധികൃതർ വ്യക്തമാക്കി. നിയമം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരും നാളുകളിൽ ടാക്സ് അതോറിറ്റി ഔദ്യോഗികമായി തന്നെ പുറത്തുവിടും. അതേസമയം ആദായനികുതിക്ക് പകരം മൂല്യവർദ്ധിത നികുതി ഉയർത്താനുള്ള നിർദ്ദേശത്തെയും സർക്കാർ തള്ളിയിരുന്നു.
വാറ്റ് വർദ്ധിപ്പിക്കുന്നത് എല്ലാവരെയും ബാധിക്കുന്നതാണെന്നും അതേസമയം ആദായനികുതി 50,000 റിയാലിന് മുകളിൽ വാർഷിക വരുമാനമുള്ള ജനസംഖ്യയിൽ 1% മാത്രം ബാധിക്കുന്നുള്ളൂ എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. കോർപ്പറേറ്റ്, സെലക്ടീവ്, മൂല്യവർദ്ധിത നികുതികൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്നും കഴിഞ്ഞ വർഷം രാജ്യം ഏകദേശം 1.4 ബില്യൺ റിയാലാണ് സമാഹരിച്ചത്. അതേസമയം വ്യക്തിഗത ആദായനികുതി നടപ്പിലാക്കുന്നതിന് അന്തിമ തീരുമാനത്തിന് സുൽത്താന്റെ അംഗീകാരം കൂടി ലഭിച്ചതോടെ ആദായനികുതി ഏർപ്പെടുത്തുന്ന ആദ്യ ഗൾഫ് രാജ്യമാകും ഒമാൻ. പശ്ചിമേഷ്യയെ യുദ്ധഭൂമിയാക്കി ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ US നേരിട്ട് പങ്കാളിയായി. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾ US ബോംബിട്ട് തകർത്തു. ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിൽ വിജയകരമായ ആക്രമണം പൂർത്തിയാക്കിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ആണവ കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തിയതായി ഇറാനും സ്ഥിരീകരിച്ചു. ഗുരുതരമായ കുറ്റകൃത്യമാണ് നടത്തിയതെന്നും അപകടകരമായ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇതിനു പിന്നാലെ ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവ് ഉൾപ്പെടെ വിവിധ നഗരങ്ങളിൽ ഇറാനും ആക്രമണം ശക്തമാക്കി. ഇന്നലെ പുലർച്ചെയാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന് പേരിട്ട ആക്രമണം US നടത്തിയത്. ബങ്കർ ബസ്റ്റർ ബോംബുകളും തെമോഹാക് മിസൈലുകളും ഉപയോഗിച്ച് ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയായിരുന്നു. വിമാനങ്ങൾ ഇറാൻ വ്യോമാതിർത്തിയിൽ എത്തിയപ്പോൾ അന്തർവാഹിനിയിൽ നിന്നും ആക്രമിച്ചു. 20 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ പൂർത്തിയാക്കി വ്യോമാതിർത്തി കടന്നു എന്നും അമേരിക്ക വ്യക്തമാക്കി. ഫോർദോയിൽ ആക്രമണം നടത്തുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. ആണവ കേന്ദ്രങ്ങൾക്ക് സാരമായ നാശനഷ്ടമുണ്ടായതായി US സംയുക്ത സൈനിക മേധാവി ഡാൻ കെയ്ൻ പറഞ്ഞു. എന്നാൽ ആണവ നിലയങ്ങൾ പൂർണ്ണമായി തകർത്തോ എന്ന് പറയാൻ ഇദ്ദേഹം തയ്യാറായില്ല. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് വൈറ്റ് ഹൗസിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ട്രംപ് പറഞ്ഞു. ഇറാൻ ഇനി സമാധാനത്തിലേക്ക് വരണമെന്നും അല്ലെങ്കിൽ ഭാവിയിലുണ്ടാകുന്ന ആക്രമണങ്ങൾ ഇതിലും കനത്തതായിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ആക്രമണത്തിന് മുമ്പ് തന്നെ ആണവ കേന്ദ്രങ്ങൾ ഒഴിപ്പിച്ചിരുന്നു എന്ന് ഇറാൻ അറിയിച്ചു. ടെൽ അവീവ്, ഹൈഫ, നെസ്യോണ, റിഷോൺ ലെസിയോൺ ഉൾപ്പെടെയുള്ള വടക്കൻ മധ്യ ഇസ്രായേലിലുടനീളം 1-ലധികം സ്ഥലങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി. 40ഓളം ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു. ടെൽ അവീവിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 86 പേർക്ക് പരിക്കേറ്റു. നിരവധി കെട്ടിടങ്ങളും തകർന്നു. മസ്കറ്റ് ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ വീടുകളിൽ തുടർ മോഷണങ്ങൾ നടത്തിവന്ന പ്രവാസി സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈജിപ്ത്, ജോർദാൻ പൗരന്മാരായ 4 പേരെയാണ് പിടികൂടിയത്. വീടുകളിൽ നിന്നും മോഷണം പോയ പണം, സ്വർണം, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ തുടങ്ങിയവ മോഷ്ടാക്കളിൽ നിന്നും പോലീസ് കമാൻഡ് കണ്ടെടുത്തു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. ഇറാനെതിരെ US നടത്തിയ വ്യോമാക്രമണങ്ങളെ ഒമാൻ ശക്തമായി അപലപിച്ചു. ഇറാനിൽ അമേരിക്ക നടത്തിയ നേരിട്ടുള്ള ആക്രമണങ്ങളെ തുടർന്നുണ്ടായ സംഘർഷാവസ്ഥയിൽ ഒമാൻ ആശങ്കയും പ്രകടിപ്പിച്ചു. സംഘർഷം ഉടൻ കുറയ്ക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. അമേരിക്ക സ്വീകരിക്കുന്ന നടപടികൾ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നും പ്രാദേശിക അന്തർദേശീയ സ്ഥിരതയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു എന്നും ഒമാൻ പറഞ്ഞു. ഇത്തരം സൈനിക നടപടികൾ അന്താരാഷ്ട്ര നിയമത്തിന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും ചാർട്ടറിന്റെയും ഗുരുതരമായ ലംഘനമാണ്.